ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കാം. ജൂഡിത്ത്, ഞാൻ വലിയ മുറിയിലിരുന്നുകൊണ്ട് വിളിച്ചു. നിമിഷങ്ങൾക്കകം അവൾ ധൃതിയിൽ മുറിയിലേക്ക് കയറി വന്നു. 2 വേലക്കാരി പെൺകുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെയുണ്ട് കർത്താവേ, അവൾ പരിഭ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ജൂഡിത്ത്, അവളുടെ സുന്ദരവും സൗമ്യവുമായ വദനത്തിൽ നോക്കിക്കൊണ്ട് ഞാൻ വീണ്ടും വിളിച്ചു. ഇന്ന് രാവിലെ എൻ്റെ ശിഷ്യന്മാരും ഞാനും സമൃദ്ധമായ സദ്യ കഴിച്ചതാണ്. അതുകൊണ്ട് നിന്റെ കൈവശം ഉണ്ടെങ്കിൽ രാത്രിയിൽ ഭക്ഷിക്കുന്നതിന് അല്പം റൊട്ടിയും പാലും ലഭിക്കുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം. പക്ഷേ കർത്താവേ, യൂദാസ് എന്തോ പറയുവാൻ ആരംഭിച്ചതാണ്. എന്നാൽ പത്രോസ് തൻ്റെ കൈമുട്ടുകൊണ്ട് വശത്ത് തട്ടിയതിനാൽ അവൻ വേഗം നിർത്തി. തീർച്ചയാണോ യേശു കർത്താവേ? അല്പം ആശയക്കുഴപ്പത്തിലായി ജൂഡിത്ത് പറഞ്ഞു. ഇന്നീ സമയമൊക്കെയും ആളുകളോടൊപ്പം ചെലവഴിച്ചതിനാൽ അങ്ങേക്ക് നല്ല വിശപ്പുണ്ടാകുമല്ലോ. ജൂഡിത്ത്, റൊട്ടിയും പാലും ധാരാളമാണ്. അതും കുറച്ചു മതി. ഭക്ഷണത്തെക്കാൾ അധികം വിശ്രമമാണ് എനിക്കിപ്പോൾ ആവശ്യം. ഒരുപക്ഷെ ഞാൻ കയറി വന്നപ്പോൾ കണ്ട മനോഹരമായ പൂന്തോപ്പിലൂടെ നമുക്ക് അല്പസമയം നടക്കാം. അവൾ വേലക്കാരിയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു. കുട്ടികളെ, ഗുരു ആവശ്യപ്പെടുമ്പോൾ റൊട്ടിയും പാലും കൊണ്ടുവന്ന് കൊടുക്കണം. കൊടുക്കും മുമ്പ് അല്പം ഒന്ന് ചൂടാക്കുകയും വേണം. 2 വേലക്കാരും പിന്തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി. നമുക്ക് പൂന്തോപ്പിലേക്ക് പോകാം, ഞാൻ വാതിക്കലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. പൂക്കളുടെ നറും പരിമളം വായുവിൽ നിറഞ്ഞു. എൻ്റെ പിതാവിൻ്റെ സൃഷ്ടിയുടെ പരിമളം. ജൂഡിത്ത്, എനിക്കറിയാം നീ അസ്വസ്ഥയാണെന്ന്. ഞാൻ നിന്നെ സഹായിക്കട്ടെ? ഞാൻ ചോദിച്ചു. ഇല്ല കർത്താവേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കാര്യമോർത്ത് അങ്ങേക്ക് ഉത്കണ്ഠയുടെ ആവശ്യമില്ല. എനിക്കെന്നതിനേക്കാൾ അങ്ങയെ ആവശ്യമുള്ള അനേകരുണ്ട്, അവൾ സങ്കോചത്തോടെ മറുപടി പറഞ്ഞു. ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എല്ലാവരെയും സഹായിക്കാനാണ്. ആരും എനിക്ക് അപ്രധാനമല്ല. ഒരു പ്രശ്നവും തീരെ ചെറുതോ വളരെ വലുതോ അല്ല. നീ ഗണനീയയോ അല്ലയോ എന്ന് ഞാൻ തീരുമാനിക്കും. അവളുടെ നേരെ മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ കർക്കശമായി അവൻ എന്നെക്കുറിച്ച് സ്വയം തീർപ്പ് കൽപ്പിക്കുകയും യഥാർത്ഥത്തിൽ ഏറ്റവും യോഗ്യതയുള്ളവനായിരിക്കുമ്പോഴും സ്വയം അയോഗ്യരാണെന്ന് നിനക്കുന്നവരുമായ അനേകരെ ഞാൻ അവളിൽ ദർശിക്കുകയായിരുന്നു. കർത്താവെ, അവിടെയുള്ള ഒരു പീഠത്തിലിരിക്കുമ്പോൾ അവൾ പറഞ്ഞു. എൻ്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനായിരുന്നു. അതെ, അദ്ദേഹം ഒരു റോമാക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ കൊടുക്കുവാൻ ഇഷ്ടപ്പെടാത്തത് പലപ്പോഴും അദ്ദേഹത്തിന് അവരോട് ആവശ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു കർത്താവെ. സ്വന്തം കേസിൽ നിന്ന് പാവപ്പെട്ടവർക്ക് സൗജന്യമായി നൽകിയിരുന്നു. ആവശ്യക്കാരെ അദ്ദേഹം ഒരിക്കലും വെറും കൈയോടെ പറഞ്ഞയച്ചിരുന്നില്ല. റോമാക്കാർ ആവശ്യപ്പെട്ടിരുന്ന പാട്ടം ഒരിക്കലും കൊടുക്കാതെയും ഇരുന്നിട്ടില്ല. ചില അവസരങ്ങളിലൊക്കെ അത് നൽകുവാൻ നിവൃത്തിയില്ലാതെ വരുന്ന ആളുകൾക്ക് വേണ്ടി അദ്ദേഹം തന്നെ കൊടുക്കുവാൻ തയ്യാറായിട്ടുണ്ട്. അദ്ദേഹം വളരെ കാരുണ്യവാനും മാന്യനുമായിരുന്നു. എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്നും ക്ലേശമേറിയ സാഹചര്യങ്ങളിൽ എപ്രകാരം പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അറിഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം ജെറുസലേമിലേക്ക് പോകും വഴി കൊള്ളക്കാർ അദ്ദേഹത്തെ വധിച്ചു. പട്ടാളക്കാരാണ് നഗരവാസികളോട് അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്തത്. ഇപ്പോഴാകട്ടെ എൻ്റെ ഭർത്താവ് സഹായം ചെയ്തു കൊടുത്തിട്ടുള്ള അതേ ആളുകൾ തന്നെ എനിക്കെതിരെ വർത്തിക്കുന്നു. അവർ എന്നെ അകറ്റി നിർത്തുന്നു, ചീത്ത പറയുന്നു, ചിലപ്പോൾ എൻ്റെ നേരെ കല്ലെറിയുന്നു, കുട്ടികൾ പോലും പരിഹസിക്കുന്നു. നാട്ടിലുള്ള എല്ലാവരുടെയും വിചാരം ഞാൻ പണക്കാരിയാണെന്നാണ്. എന്നാൽ ഈ വീടല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. ഞങ്ങൾക്കുള്ളതിലധികവും ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് നൽകി. ഇപ്പോൾ എൻ്റെ മകന് പോലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവനെ എൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. അവിടെയുള്ള കുട്ടികൾ അവനെ ഉപദ്രവിക്കും. ഭർത്താവിനെക്കുറിച്ചും മകനെക്കുറിച്ചുമുള്ള ചിന്തകളാൽ ഹൃദയം തുറന്നപ്പോൾ അവൾ കരയുവാൻ തുടങ്ങി. പ്രഭു, എനിക്ക് ആകെയുള്ള സുഹൃത്തുക്കൾ ഈ വിശ്വസ്തരായ വേലക്കാരാണ്. അവർ പോലും നിന്ദിക്കപ്പെടാറുണ്ട്. എത്രനാൾ അവരിങ്ങനെ തുടരുമെന്ന് എനിക്കറിയില്ല. അവൾ തേങ്ങി. ജൂഡിത്ത് കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ നല്ല ജീവിതം നയിക്കുമ്പോഴും പല തിന്മകളും വന്ന് ഭവിക്കാറുണ്ട്. എന്താണിങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാൽ നമ്മൾ നല്ലതായതുകൊണ്ട് തന്നെ പിശാച് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് തരം. അത് നിങ്ങളുടെ കൂട്ടുകാരെയും കുടുംബത്തെയും നിങ്ങളെ തന്നെ ആക്രമിക്കും. ചില അവസരങ്ങളിൽ പിശാച് മറ്റുള്ളവരിൽ അവരറിയാതെ തന്നെ പ്രവർത്തിക്കുന്നു. അവർ അസൂയയും കോപവും പകയും ഉള്ളവരായി തീരുന്നു. നിങ്ങൾ സഹായിച്ചിരുന്നവരൊക്കെ അവർ മറന്നുപോയിരിക്കുന്നു. എന്തെന്നാൽ അവരുടെ ഹൃദയം പിശാച് അന്ധമാക്കി തീർത്തിരിക്കുന്നു. നിന്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനായിരുന്നു എന്നെനിക്കറിയാം. നിന്നിൽ കരുണയും സഹിഷ്ണുതയും സ്നേഹവുമുള്ള ഒരാത്മാവിനെയും ഞാൻ കാണുന്നു. എല്ലാവരും ഇതുപോലെയാണ് ആയിരിക്കേണ്ടത്. നിന്റെ ഭർത്താവായ ആൻ്റണിയുടെ മരണം മൂലമുണ്ടായ വിരഹത്താലും മകനെ പിരിഞ്ഞിരിക്കേണ്ടി വന്നതിനാലും അയൽവാസികളുടെ പക്കൽ നിന്നും ലഭിക്കുന്ന പെരുമാറ്റ രീതികൾ ഉളവാക്കുന്ന ദുഃഖത്താലും നിന്റെ ഹൃദയം വേദനിക്കുമ്പോൾ ഞാനും അതിൽ പങ്കുചേരുന്നു. എന്നാൽ ഇത് നിന്റെ വ്യക്തിത്വത്തെ മാറ്റുവാൻ അനുവദിക്കരുത്. അതിയായ ആന്തരിക സൗന്ദര്യമുള്ളവളായി നീ ഇങ്ങനെ തന്നെ നിലകൊള്ളണം. ആ സൗന്ദര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നീ സ്വർഗത്തിൽ നിത്യമായ സമാധാനം കണ്ടെത്തും. എൻ്റെ ഭർത്താവോ? അദ്ദേഹം ഒരു യഹൂദനല്ലായിരുന്നല്ലോ. സ്വർഗം അദ്ദേഹത്തിന് മുമ്പാകെ അടയ്ക്കപ്പെട്ടിരിക്കുമോ? അവൾ തേങ്ങി. ഒരു നല്ല മനുഷ്യൻ എപ്പോഴും സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്നു. അവിടെ യഹൂദനെന്നോ വിജാതീയനെന്നോ വ്യത്യാസമില്ല. പല യഹൂദന്മാരുടെ ഹൃദയത്തിലും ഇല്ലാത്തൊരു സ്നേഹം നിന്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ആ നല്ല ഹൃദയം ദൈവത്തിൽ നിന്നുള്ള ദാനമാണ്. മറ്റുള്ളവരെ പോലെ അവൻ ആ ദാനം നഷ്ടപ്പെടുത്തിയില്ല. അവൻ റോമാ പൗരനായിരുന്നു എന്നത് ശരിയാണ്.
അവൻ യഹോവയെ അറിഞ്ഞിരുന്നില്ലെന്നുള്ളതും ശരി തന്നെ. എന്നാൽ ദൈവം എല്ലാവരോടും ആവശ്യപ്പെട്ടതുപോലൊരു ജീവിതമാണ് അവൻ നയിച്ചത്. അവൻ സ്നേഹത്തിൽ ജീവിച്ചു. സഹജീവികളായ മനുഷ്യരെയും മറ്റു സൃഷ്ടികളെയും അവൻ സ്നേഹിച്ചു. അവൻ നട്ടുവളർത്തിയ ഈ പൂന്തോട്ടം എത്ര മനോഹരം! ഈ പൂക്കളെപ്പോലെ മനോഹര വസ്തുക്കൾ ഭൂമുഖത്തുള്ളപ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ഒരു സൃഷ്ടിയുടെ കർത്താവുണ്ട് എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത് എന്നവൻ നിന്നോട് ചോദിച്ചിട്ടില്ലേ? സൃഷ്ടികർത്താവ് നമ്മെ സ്നേഹിക്കുന്നില്ലായിരുന്നെങ്കിൽ ഇത്രയേറെ ഹർഷം നമുക്ക് ഏകുമായിരുന്നില്ല എന്നും അവൻ പറഞ്ഞില്ലേ? നോക്കൂ, അവൻ ദൈവത്തെ അറിഞ്ഞിരുന്നു. ജൂഡിത്ത് അത്ഭുതസ്തബ്ധയായി. നിവർന്നിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് അപ്രകാരം പറഞ്ഞിരുന്നു എന്ന് അങ്ങ് എങ്ങനെയാണ് അറിഞ്ഞത്? അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ ഞാൻ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്കറിയാം, ഞാൻ പറഞ്ഞു. നിന്റെ ജീവിതം അഭിവൃദ്ധിയുള്ളതായി തീരുമെന്ന് എനിക്കറിയാവുന്നതുപോലെ തന്നെ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വിസ്മയിച്ചുകൊണ്ട് അവൾ എന്നെ നോക്കി. ഞങ്ങൾ വീടിനുള്ളിലേക്ക് തിരിച്ചു കയറി. റൊട്ടിയും പാലും മേശപ്പുറത്തുണ്ടായിരുന്നു. എല്ലാവരും ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുവാൻ ആരംഭിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോൾ യൂദാസ് പറഞ്ഞു, ഗുരു, എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. വേഗം ഉറങ്ങിയാൽ കൊള്ളാം. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ജൂഡിത്ത് പറഞ്ഞു, നിങ്ങളുടെ കിടക്കകളൊക്കെ തയ്യാറാണ്. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കിടക്കാം. ഞാൻ മറ്റുള്ളവരെ നോക്കിയപ്പോൾ അവർ ക്ഷീണിതരായിരുന്നു കണ്ടു. രാത്രി മുഴുവൻ നടന്നതിൻ്റെയും ആളുകളെ നിയന്ത്രിച്ചതിൻ്റെയും ഒക്കെ ക്ഷീണം കാണുമല്ലോ. അതെ, ഞാനും ക്ഷീണിതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഉറങ്ങാൻ പോയി. പൂന്തോട്ടത്തിലെ കിളികളുടെ പാട്ട് കേട്ടാണ് ഞാൻ ഉണർന്നത്. വീടിനുള്ളിൽ പൂക്കളുടെ പരിമളം നിറഞ്ഞു നിന്നിരുന്നു. പ്രഭാതത്തിൽ ഇളംകാറ്റിൽ പൂക്കളുടെ സൗരഭ്യം വീട്ടിനുള്ളിലേക്ക് ഒഴുകി വരാൻ ഉതകുന്ന സ്ഥലത്ത് വളരെ കൃത്യതയോടുകൂടിയാണ് ആന്റണി പൂന്തോട്ടം വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പൂന്തോപ്പിലേക്ക് പോയി. അല്പനേരം അതിലെ ചുറ്റി നടന്നതിന് ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് പിതാവിനുള്ള ഒരു പ്രാർത്ഥനയിൽ മുഴുകി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ സ്വരം താഴ്ത്തി പറഞ്ഞു, ഗുരുവിനെ വിളിച്ചാലോ? വേണ്ട, ശല്യപ്പെടുത്തേണ്ട. രാവിലത്തെ സമയം മുഴുവനും പിന്നെ ഉച്ച കഴിഞ്ഞും ഞാൻ പൂന്തോപ്പിൽ തന്നെയായിരുന്നു. വളരെ പ്രശാന്തമായിരുന്നു അവിടം. ഏകാന്തതയിൽ പിതാവിനോടൊപ്പം ആയിരിക്കുന്നത് ഏറെ സുഖകരമായിരുന്നു. ഞാൻ വീടിനകത്തെ തിരികെ പ്രവേശിക്കുമ്പോൾ അവിടെ എന്നെ കാത്ത പത്രോസും യോഹന്നാനും യാക്കോബും മാത്രമാണ് ഉണ്ടായിരുന്നത്. കർത്താവ് യാക്കോബ് പറഞ്ഞു, ഒരുപാട് സമയം അങ്ങ് പൂന്തോട്ടത്തിലായിരുന്നു അല്ലേ? അത് യാക്കോബ്, ഞാൻ എൻ്റെ പിതാവിനോട് ശ്രമിക്കുകയായിരുന്നു, ഞാൻ മറുപടി പറഞ്ഞു. അനിശ്ചിതഭാവത്തോടെ അവർ മൂളി. പത്രോസ് പറഞ്ഞു, അങ്ങ് സിനഗോഗിൽ പോകാൻ ആഗ്രഹിക്കുന്നുവോ? ഉവ്വ പത്രോസേ, എന്നാൽ ആദ്യം എനിക്ക് നമ്മുടെ ആതിഥേയെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞപ്പോൾ യോഹന്നാൻ വേഗം പറഞ്ഞു, അവൾ വേലക്കാരി പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ട് എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കാൻ ചന്തയിൽ പോയിരിക്കുന്നു. നമുക്ക് ചന്തസ്ഥലത്തേക്ക് പോകാം, ഞാൻ പറഞ്ഞു. ഞങ്ങൾ ചന്തയിലേക്ക് നടക്കുമ്പോൾ ആളുകൾ ഞങ്ങളെ പിന്തുടർന്നു. ചിലർ നിശബ്ദരായി. എന്നാൽ മറ്റു ചിലർ, യേശുവേ, എന്നെ സ്പർശിക്കൂ എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. പത്രോസും യാക്കോബും യോഹന്നാനും അവരെ തള്ളിമാറ്റിക്കൊണ്ടാണ് എനിക്ക് വഴിയുണ്ടാക്കിയത്. ജൂഡിത്തും വേലക്കാരികളും സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ വന്നു ചേർന്നു. ജൂഡിത്ത് ജാളിതോടെ എന്നെ നോക്കി, കർത്താവേ എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് വിറ്റത്? ഞാൻ ചോദിച്ചു. കുറച്ച് ഭക്ഷണം വാങ്ങുവാൻ വേണ്ടിയത് മാത്രം. അതിലൊരു പെൺകുട്ടി മറുപടി പറഞ്ഞു. ജൂഡിത്ത്, ഇനി വിൽക്കരുത്, കുറച്ചുള്ളത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു. അവൾക്കൊരു വലിയ വീടുണ്ട്, ആരും ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതെ അതെ, അവൾക്ക് ഒത്തിരി പണമുണ്ട്. അവളൊരു റോമാക്കാരനെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്, മറ്റൊരാൾ ഉച്ചത്തിൽ പറഞ്ഞു. ഞാൻ സമൂഹത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അതെ, എന്നാൽ നിങ്ങളിൽ എത്ര പേരെ ഇവളുടെ ഭർത്താവ് സഹായിച്ചിട്ടുണ്ട്? എന്താ അവിടെ നിൽക്കുന്ന ആൾക്ക് യാതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹം ഭക്ഷണം തന്നില്ലേ? പിന്നെ നിനക്ക് നിന്റെ മക്കളെ ധരിപ്പിക്കുവാൻ അവൻ നിന്റെ ഭാര്യയുടെ കൈവശം വസ്ത്രം കൊടുത്തല്ലോ. പിന്നെ നിനക്ക് നികുതി കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അത് നൽകി അയാൾ സഹായിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അയാൾ ഒരുപാട് ചെയ്തു. എന്നിട്ട് അയാളുടെ വിധവയോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്? ജീവിച്ചിരുന്നപ്പോൾ പാവങ്ങളെ സഹായിച്ചിരുന്ന ഒരു റോമാക്കാരനായിരുന്നു അയാൾ. ഇന്നലെ ഞാനിവിടെ ഭിക്ഷക്കാരെ കണ്ടിരുന്നു. എത്ര യഹൂദന്മാർ അവരെ പരിഗണിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടുണ്ട്. സമൂഹം മൗനമായി. പലരും നാണിച്ച് തലതാഴ്ത്തി നിന്നു. കാഠിന്യമേറെ ഹൃദയത്തോടെ നിങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദേശം എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു. സ്നേഹിക്കുന്നതിനായി ദൈവം നിങ്ങൾക്ക് ഹൃദയങ്ങൾ തന്നു. എന്നാൽ ഞാൻ അതൊന്നും ഇവിടെ കാണുന്നില്ല. മരിച്ചുപോയ ഒരു റോമക്കാരനിൽ എനിക്കത് കാണാം. ദൈവം നിങ്ങളോട് എപ്രകാരം സ്നേഹത്തിൽ ജീവിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ ജീവിച്ച ഒരു റോമക്കാരനിൽ. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു മറുമരം കേട്ടു. ആരോ പറഞ്ഞു തുടങ്ങി, അതെ, അയാളൊരു നല്ല മനുഷ്യനായിരുന്നു, എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, എന്നെയും എൻ്റെ ഭാര്യയ്ക്ക് അസുഖമായിരുന്നപ്പോൾ അദ്ദേഹം മരുന്ന് തന്നു സഹായിച്ചു. അയാൾ എൻ്റെ കുട്ടിയെ സഹായിച്ചിട്ടുണ്ട്, മറ്റൊരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് പലരും അവരുടെ ജീവിതത്തിൽ ആന്റണി ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഒരു മനുഷ്യൻ ജൂഡിത്തിൻ്റെ മുമ്പിൽ വന്ന് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ ഭർത്താവാണ് എന്നെ ജയിലിൽ നിന്നും ചമ്മട്ടിയടിയിൽ നിന്നും മോചിപ്പിച്ചത്. എനിക്ക് സാധിക്കുമെന്ന് ഞാൻ നിന്നെ സഹായിക്കട്ടെ? ഞാൻ കൈകളുയർത്തി സമൂഹത്തോട് നിശബ്ദരായിരിക്കാൻ പറയുമ്പോൾ ജൂഡിത്തിൻ്റെ കണ്ണിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ആ മനുഷ്യൻ എത്ര നല്ലവനായിരുന്നുവെന്ന് നിങ്ങളിപ്പോൾ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്നേഹത്തോടെയും ബഹുമാനത്തിനെയും പരിഗണിക്കുക. തീർച്ചയായും അതവൾ അർഹിക്കുന്നു. ഉടനെ തന്നെ പലരും വന്ന് ജൂഡിത്തിനെ ആലിംഗനം ചെയ്യുകയും അവളോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ജൂഡിത്താകട്ടെ അവരോടെല്ലാം അതെ അതെ തീർച്ചയായിട്ടും എന്നൊക്കെ പറയുകയും അതോടൊപ്പം കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
ഞാൻ തിരിഞ്ഞ് പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും പറഞ്ഞു, ഇനി നമ്മുടെ കൂട്ടുകാരെയും വിളിച്ച് യാത്രക്കൊരുങ്ങാം. പോകുവാൻ സമയമായി. ഇവിടെ സൗഖ്യം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അവിടെ നിന്നും വഴുതി മാറി ജൂഡിത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ മറ്റ് ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. സംഭവിച്ചൊക്കെ പത്രോസ് അവരോട് പറഞ്ഞു. എന്നിട്ട് പോകുവാനായി തയ്യാറാകുന്നതിന് നിർദ്ദേശം നൽകി. ഞങ്ങൾ നഗരത്തിൽ നിന്ന് നടന്നു നീങ്ങുമ്പോൾ ബർത്തലോമിയോ പറഞ്ഞു, തിരിച്ചു പോകുവാൻ വ്യസനം തോന്നുന്നു. അത്രയ്ക്ക് സുഖമുള്ളതായിരുന്നു ആ കിടക്ക. ഉറങ്ങുവാനുള്ള അവൻ്റെ കൊതിയോർത്ത് ഞാൻ പുഞ്ചിരിച്ചു. ഗുരു ശിമയോൻ ചോദിച്ചു, ഇനി അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലേ? ഇല്ല, ഉണ്ടാവില്ല. അവളുടെ അയൽവാസികളുടെ ഹൃദയങ്ങളിൽ നിന്ന് അന്ധത എടുത്തു മാറ്റപ്പെട്ടു. ഇനി അവൾ അർഹിക്കുന്ന രീതിയിൽ തന്നെ സ്നേഹിക്കപ്പെടും. ഞാൻ മറുപടി പറഞ്ഞു. ശിമയോൻ പിന്നെയും തുടർന്നു, അവളുടെ ഭർത്താവ് ചെയ്തു കൊടുത്ത എല്ലാ നന്മകളും അവർ മറന്നു എന്നത് എത്ര വിചിത്രം. ഉള്ളിലെ ബലഹീനതയാണ് അവരെ അന്ധരാക്കുവാൻ തിന്മയെ അനുവദിക്കുന്നത്. ഈ അന്ധതയുടെ ഫലമായി അവർ നന്മയെ തിരിച്ചറിയാതെ പോകുന്നു. വെറുപ്പോടെയും കോപത്തോടെയും പ്രതികരിക്കുന്നു. ഇത് പിശാചിൽ നിന്ന് വരുന്ന അന്ധതയാണ്. എന്നാൽ സ്നേഹം കൊണ്ട് ഇതിനൊക്കെ നീക്കം ചെയ്യാനാകും. ഞാൻ പറയുമ്പോൾ ഞങ്ങൾ തുടർന്നും നടക്കുകയായിരുന്നു. നമ്മുടെ വായന ഇവിടെ അവസാനിക്കുകയാണ്. പ്രാർത്ഥനയുടെ അടുത്ത ദിവസത്തേക്ക് വേണ്ടി കാത്തിരിക്കാം.